ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ടോ പറയാൻ പോകുന്നത്. നമ്മുടെ മഴതോരം മുംബൈയുടെ നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾ മഴതോരം മുംബൈ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാട്ടോ. കൂടെ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുൻപ് തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, അതുകൂടെ ഒന്ന് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ വിളിച്ചിട്ട് ഓരോ ദിവസവും കുറേശ്ശെയായിട്ട് ഡീറ്റെയിൽസ് ഇങ്ങനെ ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അലീനയുടെ ഉള്ളിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ ബാലചന്ദ്രന് മനസ്സിലായി എന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ബാലചന്ദ്രൻ സംസാരിക്കുന്നത്. പക്ഷെ അലീന ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഷോക്കായിട്ടും ഒക്കെയാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇനി കൂടുതലും സംസാരിക്കാൻ നിന്നാൽ എല്ലാ കള്ളത്തരങ്ങളും പൊളിയുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് വരുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അലീനയുടെ അടുത്ത് വൈജിക്ക്. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാതെ മുത്തശ്ശി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അതെല്ലാവർക്കും ഉള്ളതുപോലെ ഒരു പ്രണയം ഉണ്ടായിരുന്നു, അത്രമാത്രം. ഒരു പട്ടാളക്കാരനായിരുന്നു ആ കാമുകൻ എന്നുള്ള ഒരു ന്യൂസും അലീനയ്ക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അത് പറയാൻ കാരണം തുടർന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ ലാസ്റ്റ് കാണിച്ചത് ബബിത ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ കോളിംഗ് ബെല്ല് കേട്ടിട്ട് അലീന പോവരുത് എന്ന് പറയുന്നുണ്ടെങ്കിലും ബബിത ഇടിച്ചു കയറി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ബാലചന്ദ്രൻ നല്ല കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വരുന്നത് കരഞ്ഞുകൊണ്ട് തന്നെയാണ് ബബിത തിരിച്ചു വരുന്നത്. അലീനയെ ചേച്ചി എന്ന് വിളിക്കാൻ നിർബന്ധമായും പറയുന്നുണ്ട് ബാലചന്ദ്രൻ. തിരിച്ചിറങ്ങി വരുന്ന അലീനയെ കാണുന്നുണ്ട്. ബബിത തിരിച്ചിറങ്ങി വരുമ്പോൾ അലീന അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ലേ പോവണ്ട എന്നൊക്കെ പറയുമ്പോൾ, നീ കാരണമാണ് എൻ്റെ അച്ഛന് എന്നോട് ഇത്രയും ദേഷ്യം വന്നത്, ഞങ്ങളോടൊക്കെ ദേഷ്യം കാണിക്കുന്നത് നീ കാരണമാണ്. നീ ഒന്ന് ഇവിടെ നിന്ന് പോയി തരാമോ? നീ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പോയി കഴിഞ്ഞാലും ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും തീരാൻ പോകുന്നില്ല. ഇവിടെ എന്താണ് പ്രശ്നമെന്ന് നിനക്കറിയത്തില്ല. വെറുതെ ഒന്നും അറിയാതെ നിങ്ങളൊക്കെ ഇങ്ങനെ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? അച്ഛൻ്റെ അടുത്താണോ തെറ്റ്, അമ്മയുടെ അടുത്താണോ തെറ്റ് എന്നുള്ളത് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി വന്നിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഒക്കെ നിങ്ങളുടെ അച്ഛൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് സാറ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും നിങ്ങൾക്കില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും അമ്മയുടെ സൈഡ് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് സംസാരിച്ചോളും എന്നൊക്കെ പറഞ്ഞ് ബബിതയെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ബബിത പറയുന്നുണ്ട്, നിൻ്റെ വർത്താനം ഒന്ന് നിർത്ത്, നിൻ്റെ ഗുണവധികാരം കേൾക്കണ്ട, എനിക്ക് ഒരു ഉപദേശക വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബബിത അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് അലീന മുകളിലേക്ക് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെയല്ലേ വിളിച്ചത്, പിന്നെ എന്തിനാണ് അവൾ കയറി വന്നതെന്ന് ചോദിക്കുമ്പോൾ, അത് എന്നെ തടഞ്ഞു നിർത്തിയിട്ട് വന്നതാണെന്ന് പറയണം, എനിക്ക് മനസ്സിലായി, അതിന് കണക്കിന് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, എന്തിനാ സാർ മാഡത്തോട് കാണിക്കുന്നത് പോട്ടെ, പക്ഷെ മക്കളോടും ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ ആ മക്കളും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ബബിതയും രോഹിത്തും എന്ന് പറയാണ് ബാലചന്ദ്രൻ. സാർ എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ, എനിക്കിത്തിരി കഴിക്കാൻ എന്തെങ്കിലും വേണം, കുറച്ച് ഫ്രൂട്ട് സലാഡോ അങ്ങനെ എന്തെങ്കിലും വേണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറയാണ് ബാലചന്ദ്രൻ. ഞാൻ ഇപ്പം തന്നെ കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ, ഇനി കുറച്ച് സമയം കഴിഞ്ഞ് കൊണ്ടുവന്നാൽ മതി, എന്താണെങ്കിലും ധൃതിയൊന്നുമില്ല, ഞാൻ അത് പറയാനാണ് വിളിച്ചത്. ഇതന്നെയാണോ ബബിതയോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല, അവൾക്കിട്ട് ഞാൻ നല്ലൊരു മറുപടിയാണ് കൊടുത്തത്, എനിക്ക് കൊഴുക്കട്ട വേണം എന്നാണ് ഞാൻ അവളോട് പറഞ്ഞത്, അവൾ ഇടിച്ചു കയറി വന്നതല്ലേ എന്ന് പറയുമ്പോൾ, സാർ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? അവർ വരുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവരോട് പറയാലോ, അപ്പോൾ അത് അവർക്കൊരു സന്തോഷമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ എൻ്റെ സന്തോഷം മാത്രമേ നോക്കുന്നുള്ളൂ, വേറെ ആരുടെ സന്തോഷം ഞാൻ നോക്കുന്നില്ല എന്ന് പറയാണ് ബാലചന്ദ്രൻ. എന്നാലും സാർ, അവരാകെ വിഷമിക്കുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിൽ കിടന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ആ മക്കളല്ലേ, അപ്പോൾ അവർക്കൊരു പരിഗണന കൊടുത്തൂടെ എന്ന് ചോദിക്കുകയാണ് അലീന. അല്ലാന്നുണ്ടെങ്കിൽ അവരാകെ പെട്ടുപോട്ടോ, അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചാലും അതിനൊക്കെ കാരണക്കാരൻ നിങ്ങളൊക്കെ തന്നെ ആയിരിക്കും, എന്തിനാണ് മക്കളെ വെറുതെ ഇതിൻ്റെ ഇടയിലിട്ടിട്ട് വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ അലീന ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രനോട്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് പ്രശ്നം ഒന്ന് സോൾവ് ആക്കിക്കൂടെ സാറിന് എന്നൊക്കെ പറയാണ് അലീന. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഒരു പ്രശ്നം ഇങ്ങനെ സോൾവ് ആവാൻ പോകുന്നില്ല എന്ന് പറയാട്ടോ. സാർ എന്താ പറയുന്നത്? എന്ത് പ്രശ്നമാണ് പരിഹരിക്കാൻ പറ്റാത്തതായിട്ട് ഇവിടെയുള്ളത്? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഒന്ന് സംസാരിച്ചാൽ തീരാവുന്നത് പ്രശ്നമല്ലേ ഉണ്ടാവത്തുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ഒന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല ഇത് എന്ന് പറയണം.
എന്നിട്ട് പറയുന്നുണ്ട് ബാലചന്ദ്രൻ, എല്ലാ കാലവും എല്ലാവരും എന്നെ പറ്റിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ എന്നോട് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നീയും എന്നെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്, നീയും എന്നെ ചതിക്കുകയാണ്. എൻ്റെ ഭാര്യ എന്നെ വഞ്ചിച്ചു, മക്കൾ മറ്റൊരു തരത്തിൽ, അതുപോലെ ഭാര്യയുടെ അച്ഛൻ, അങ്ങനെയുള്ള ഓരോരുത്തരെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം എല്ലാവരും എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് ഈ എന്നെ നല്ലത് പഠിപ്പിക്കുന്ന നീ പോലും എന്നെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന ആകെ ഷോക്കായി പോകുന്നുണ്ട്. സാർ എന്താ അങ്ങനെ പറയുന്നത്? ഏത് സമയത്ത് ഞാൻ സാറിൻ്റെ കൂടെ നിന്നിട്ടല്ലേ ഉള്ളൂ, സാറിൻ്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് ഞാൻ നിൽക്കുന്നില്ലേ ഉള്ളൂ, പിന്നെ ഞാൻ എങ്ങനെ സാറിനെ ചതിച്ചു എന്നാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, നീ എന്നെ ചതിച്ചിട്ടില്ലേ, നീ എന്നോട് ഒന്നും പറയാതിരുന്നിട്ടില്ലേ, നീ വെറുതെയാണോ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇന്ന് പറയും നാളെ പറയും എന്ന് ഓർത്തിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. മിക്കവാറും അത് നാളത്തെ എപ്പിസോഡിൽ പറയാനുള്ള ഒരു സാധ്യത ഉണ്ട് കേട്ടോ. ഒരു പക്ഷേ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുമെന്ന് വിചാരിച്ചു, പറഞ്ഞില്ല. അപ്പം ഇങ്ങനെ ഓരോരോ ചൂണ്ട ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് സംസാരിക്കുന്നത്. ബാലചന്ദ്രൻ താൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നുള്ള ഒരു സംഭവം അലീനയോട് തുറന്ന് സംസാരിക്കുന്നത്. അതിനൊക്കെ ശേഷമായിരിക്കും ബാലചന്ദ്രൻ സ്റ്റാൻലിയെ കുറിച്ചൊക്കെ അലീനയോട് സംസാരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, നീയും എന്നെ ഇങ്ങനെ വഞ്ചിച്ചുകൊണ്ടിരിക്കല്ലേ, എന്നെ ചതിച്ചുകൊണ്ടിരിക്കല്ലേ, എന്നോട് പറയാത്ത ഒരുപാട് കാര്യങ്ങളില്ലേ നിൻ്റെ മനസ്സിൽ, നീ എല്ലാം അറിഞ്ഞു വെച്ചിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത്, നീ ആരാണെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനും നിൽക്കുന്നത്, എത്ര ദൂരം ഇതൊക്കെ പോകുമെന്നുള്ളത് നോക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത്രയും നാൾ ഞാൻ എല്ലാവരുടെ മുന്നിലും അഭിനയിച്ചത്, ഇനി നിൻ്റെ മുന്നിൽ എനിക്ക് അഭിനയിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അലീനയോട് നേരിട്ട് ചോദിക്കുക കേട്ടോ. നീ ഇങ്ങോട്ടേക്ക് വന്നത്, നിന്നെ കുഞ്ഞിരാമൻ മേനോൻ അവിടെ വന്ന് കൂട്ടിക്കൊണ്ടു വന്നത് വെറുതെ അല്ലല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും നാൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ നിന്നത്. നീയും വൈജയും തമ്മിലുള്ള ബന്ധം, നീ എനിക്ക് ആരാണെന്നും നീ വൈജയ്ക്ക് ആരാണെന്നും നിനക്ക് ഈ വീടുമായിട്ട് എന്താണ് ബന്ധമെന്നും എല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയണം. നീ കണ്ടെത്തി എന്ന് പറയുന്ന ആള് നിന്റെ മുന്നിൽ ഏത് സമയം നിന്നെ ശത്രുവായിട്ട് കാണുന്ന ആ വ്യക്തിയല്ലേ, നീ ഒരാളെ കണ്ടെത്തി എന്ന് പറഞ്ഞല്ലോ നിന്റെ പാരൻസിൽ, അത് നിന്റെ മുന്നിൽ ഏത് സമയം നിന്നെ ശത്രുവായി കാണുന്ന ആ വ്യക്തിയല്ലേ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അതിങ്ങനെ കേൾക്കുമ്പോൾ അലീന ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അലീന ഇങ്ങനെ ബാലചന്ദ്രനെ അമ്പരന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ രണ്ടുപേരും ഇതിൻ്റെ ഇരകളാണ്, നീയും ഒരർത്ഥത്തിൽ ഒരു ഇര തന്നെയാണ്, ഞാനും അതെ എന്നൊക്കെ പറയാണ്. പിന്നെ അലീനെ ഒരുപാട് ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അലീന പൊട്ടി കരയൊക്കെ ചെയ്യുന്നുണ്ട് ബാലചന്ദ്രൻ്റെ സംസാരമൊക്കെ കേട്ടിട്ട്. അങ്ങനെ പിന്നീട് ബാലചന്ദ്രൻ അവിടെ നിന്ന് അലീനയോട് പോവാൻ പറയണം. അപ്പോൾ അലീന പിന്നെ താഴേക്ക് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് വീണ്ടും അലീന കയറി ചെല്ലുന്നത്. വീണ്ടും ബാലചന്ദ്രൻ അലീനയെ വിളിക്കുന്നുണ്ട്. ആ സമയത്താണ് കയറി ചെല്ലുന്നത്. അപ്പോൾ അലീനയോട് പറയുന്നുണ്ട്, ഞാൻ അന്നേരത്തെ വിഷമത്തിന് എന്തൊക്കെയോ പറഞ്ഞു പോയി, നീ ക്ഷമിച്ചേക്ക്, നീ ഒരാളെ കണ്ടെത്തിയെന്ന് പറഞ്ഞല്ലോ, നിനക്ക് മറ്റേ ആളെയും കണ്ടെത്തണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന ഇങ്ങനെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. തൽക്കാലം ഞാൻ നിനക്കൊരു ക്ലൂ തരാം, ഒരു പേര് മാത്രം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് പേര് പറയാട്ടോ, സ്റ്റാൻലി എന്ന് പറയണം. നിൻ്റെ അച്ഛൻ്റെ പേര് സ്റ്റാൻലി എന്നാണ്, ക്യാപ്റ്റൻ സ്റ്റാൻലി ജോസഫ് എന്നാണ് നിൻ്റെ അച്ഛൻ്റെ പേര് എന്ന് പറയാട്ടോ. അത് കേട്ടിട്ട് അലീന അമ്പരന്ന് ഇങ്ങനെ നോക്കുക കേട്ടോ. എന്നിട്ട് അലീന ഇങ്ങനെ തൻ്റെ പേരിൻ്റെ കൂടെ ചേർത്ത് അലീന സ്റ്റാൻലി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീന ബാലചന്ദ്രൻ എന്നും പറയാം എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട് ആ പേര്. അപ്പോൾ അലീന ബാലചന്ദ്രൻ, അതും കൊള്ളാം, അതാണ് ഏറ്റവും ചേരുന്നത് എന്നിങ്ങനെ പറയാണ് അലീന. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അത് അത്രയ്ക്ക് വേണോ, നിനക്ക് വേണോ ആ പേര് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് തരുമോ ആ പേര്, എനിക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ പേര് തരണമെന്നുണ്ടെങ്കിൽ മകളാവേണ്ടി വരും, മകളാകുമ്പോൾ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്, അതൊക്കെ പാലിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അലീന ഇങ്ങനെ സംശയത്തോട് കൂടിയിട്ട് നോക്കുകയാണ് ബാലചന്ദ്രനെ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആ പേര് തരണേന് എനിക്ക് പ്രശ്നമൊന്നുമില്ല അലീന ബാലചന്ദ്രൻ, കേൾക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ട് അല്ലേ, പക്ഷേ ആ പേര് തരുമ്പം നീ എൻ്റെ മകളാവേണ്ടി വരും എന്ന് ചോദിക്കുമ്പം, അത് നിനക്ക് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ പറ്റാതെ ഞാൻ സാറിൻ്റെ മകളല്ലാതെ വേറെ ആരുടെ മകളെന്ന്, സാറോ എന്ന് ചോദിക്കുകയാണ്. മകളാകുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ സാർ വിളി മാറ്റി അച്ഛ എന്ന് വിളിക്കേണ്ടി വരും, അത് നിനക്ക് പറ്റുമോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് എന്നിങ്ങനെ പറഞ്ഞ് സംശയിച്ച് നിൽക്കുമ്പോൾ, മകളാണെങ്കിൽ മാത്രം അലീന ബാലചന്ദ്രൻ എന്ന പേര് ആണ് നിനക്ക് വേണ്ടതെങ്കിൽ നീ എന്നെ അച്ഛ എന്ന് വിളിച്ചേ പറ്റത്തുള്ളൂ, അച്ഛ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ പേര് തരാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നീ അലീന
സ്റ്റാൻലി ആണ് എന്ന് പറയാട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ആ സ്ഥാനം വേണം, എനിക്ക് തരുമോ എന്ന് ചോദിക്കണം. എന്നാൽ പിന്നെ വിളിച്ചോ, അച്ഛാന്ന് വിളിച്ചോ, എന്നാൽ ഞാൻ ആലോചിക്കാം എന്ന് പറയുമ്പോൾ അലീന ഇങ്ങനെ മടിച്ച് നാണത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തിനാ നീ ഇങ്ങനെ മടിച്ച് നാണിച്ച് നിൽക്കുന്നത്? അച്ഛാന്ന് വിളിക്കാനല്ലേ പറഞ്ഞത്, അല്ലാതെ വേറൊന്നും പറഞ്ഞില്ലല്ലോ നിന്നോട് എന്ന് പറയട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനത് ഇത്രയും നാളും വിളിച്ചത് സാർ എന്നായതുകൊണ്ട് എനിക്കത് എന്നാൽ പിന്നെ ആ ഒരു കണക്ഷൻ ഉണ്ടാകുമ്പോൾ നീ വാ, അപ്പോൾ നമുക്ക് നോക്കാം ആ പേര് ഞാൻ തരണോ വേണ്ടയോ എന്ന് പറയുമ്പോൾ അല്ല വേണ്ട ഞാൻ വിളിക്കാം എന്ന് പറയണം. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്നാൽ വിളിക്ക് കേൾക്കട്ടെ ഞാൻ എന്ന് പറയുമ്പോൾ അലീന അച്ഛ എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ അച്ഛൻ എന്നിങ്ങനെ പറയണേ. അപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ, അതിൽ എന്തോ ഒരു കണക്ഷൻ കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യും, അച്ഛ എന്ന് വിളിക്കുന്നതിന് പകരം നീ ഒരു എന്തായാലും അച്ഛൻ എന്ന് പറയുമ്പോൾ സ്വന്തം അച്ഛനല്ലല്ലോ എന്താണെങ്കിലും. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, ബാലച്ചൻ അങ്ങനെ വിളിച്ചോ എന്ന് പറയട്ടോ. അപ്പോൾ അലീന അങ്ങനെ നോക്കുന്നുണ്ട് ബാലചന്ദ്രൻ. എന്നിട്ട് അങ്ങനെ ഒന്ന് വിളിച്ച് ഞാൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ അലീന വിളിക്കുകയാണ് ബാലച്ചൻ എന്ന് പറയാട്ടോ. ഇനി എപ്പോൾ വിളിക്കുകയാണെങ്കിലും ആരുടെ മുന്നിലാണെങ്കിലും നീ എന്നെ വിളിക്കേണ്ടത് ബാലച്ചൻ എന്നാണ്, അല്ലാതെ വേറൊരു പേരും നീ എന്നെ വിളിക്കരുത്, സാറെന്നോ ഒന്നും എന്നെ വിളിക്കാൻ പാടില്ല എന്ന് പറയാട്ടോ. അത് കേട്ടപ്പോൾ അലീന സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി എന്നെ ആരുടെ മുന്നിലും, എൻ്റെ മക്കളാവട്ടെ എൻ്റെ ഭാര്യ ആവട്ടെ ആരുടെ മുന്നിലും നീ എന്നെ വിളിക്കേണ്ടത് ബാലച്ചൻ എന്നാണ്, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കും എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, പറഞ്ഞയച്ചാൽ പിന്നെ ഞാൻ ഇവിടെ നിന്ന് അവിടെ പോകും. ആഹാ നീ ഇവിടെ നിന്ന് അവിടെ പോവോ, എന്നാൽ എനിക്കതൊന്ന് കാണണമല്ലോ, എൻ്റെ അനുവാദം കൂടാതെ ഈ വീടിൻ്റെ പടി ഇറങ്ങൂ നീ, എനിക്കതൊന്ന് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞ് അലീനെ ഇങ്ങനെ ചെവിക്ക് പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് ബാലചന്ദ്ര കേട്ടോ. അയ്യോ സാർ വീട്ട്, സാറോ അല്ല ബാലച്ച വീട്ട്, എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഒരു കുസൃതി കാണിക്കുകയാണ് അലീന. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ട് അച്ഛനും മകളും കോമ്പോ കൂടുതലായിട്ട് വരിക കേട്ടോ. ശരിക്കും അച്ഛൻ എന്ന് വിളിക്കാനൊക്കെ പോകുന്നുണ്ട് അലീന ബാലചന്ദ്രനെ. അങ്ങനെ പിന്നെ അലീന താഴേക്ക് ചെല്ലുകയാണ്. പിന്നീട് അലീന മുത്തശ്ശിയുടെ അടുത്ത് റൂമിലേക്ക് ചെന്നിട്ട് ഇത് തന്നെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ. ബാലചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളും അച്ഛാന്ന് വിളിക്കാൻ അനുവാദം തന്നതും അതുപോലെ ബാലച്ചൻ എന്ന് വിളിക്കാൻ പറഞ്ഞതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മുത്തശ്ശി എന്ന് പറയണേ. എന്നാലും പറ ഞാൻ കേൾക്കട്ടെ, നീ എന്താ ആലോചിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതേ മുത്തശ്ശി എന്നോട് ദേഷ്യപ്പെടുന്നില്ലല്ലോ എന്ന് പറയട്ടെ. ഇല്ല എന്താ കാര്യം എന്ന് പറ. അത് സാർ എന്നോടൊരു കാര്യം പറഞ്ഞു, അത് ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, അതിങ്ങനെ ആലോചിക്കും തോറും ഭയങ്കര സന്തോഷമൊക്കെ തോന്നുകയാണ്. എന്താ ബാലൻ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അത് മുത്തശ്ശി എന്നോട് സാറെന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞു. പിന്നെ സാറെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു, പിന്നെ എന്താ അങ്കിൾ എന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്കിളൊന്നും അല്ല എന്ന് പറയണം. പിന്നെ എന്താ അച്ഛൻ എന്ന് പറയണം. അച്ഛനോ? അതെ സാർ എന്നോട് പറഞ്ഞു സാറിൻ്റെ മകളായിട്ട് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അച്ഛൻ എന്ന് വിളിക്കണം, ബാലച്ചൻ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞു എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ മുത്തശ്ശിക്കും ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അവരൊരു അച്ഛൻ മകൾ, അല്ലാതെ ഒരു കുടുംബം കലക്കി അല്ലാതെ വേറൊരു രീതിക്കൊന്നും അല്ലല്ലോ ഇവർ പോണത്. കാരണം ബാലചന്ദ്രനെയും മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാം, അലീനയും അറിയാം. അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് അത് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യം കേട്ടോ. അവൻ അങ്ങനെ പറഞ്ഞോ നിന്നോട്? അതേ മുത്തശ്ശി എന്നോട് ബാലച്ചൻ എന്ന് വിളിക്കാൻ പറഞ്ഞു. പക്ഷേ അത് കേൾക്കുമ്പോൾ മാഡം എന്തായിരിക്കും പറയാം, മുത്തശ്ശിയുടെ മോള് എന്തായിരിക്കും ഇവിടെ ഉണ്ടാക്കാൻ പോണത് എന്ന് അറിയില്ല എന്ന് പറയാണ് അലീന. അത് ശരിയാണ്, നീ അങ്ങനെ അച്ഛൻ എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ അവൾക്ക് വാശിയും ദേഷ്യവും കൂടാനേ സാധ്യതയുള്ളൂ എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യ്, നീ ഇനിയിപ്പോൾ അവരൊന്നും കേൾക്കെ വിളിക്കണ്ട എന്ന് പറയുമ്പോൾ അതൊന്നും പറ്റത്തില്ല. ആര് കേൾക്കുകയും എന്നോട് ബാലച്ചൻ എന്ന് വിളിക്കാനും അങ്ങനെ പറയാനുമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയാണ് അലീന. ഇതിപ്പോൾ വല്ലാത്ത കുരുക്കായല്ലോ. എന്താണെങ്കിലും നല്ല കാര്യം തന്നെയാണ്, അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ അച്ഛ എന്ന് വിളിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ വൈജി എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടാൻ പോകുന്നത് ഓർത്തിട്ടാണ് എനിക്കാകെ പേടിയാവുന്നത് എന്ന് പറയാണ് മുത്തശ്ശി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വൈജ ഇവിടെ ഒരുപാട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ വൈജ കമലയെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. കമലയെ ഫോൺ ചെയ്തിട്ട് കമലയാണെങ്കിൽ അന്നേരം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വൈജ പറയുന്നുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും ആ അലീനയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം, എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടോ? ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ പുതിയ ഹോം നേഴ്സിനെ കൊണ്ടുപോയിട്ട് അത് ബാലചന്ദ്രൻ പറഞ്ഞു വിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന കമല പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യേ, അവളെ അങ്ങോട്ട് തീർത്തേക്ക്, ഇനി അവൾ അവിടെ നിന്ന് പറഞ്ഞയക്കണമെങ്കിൽ അത് മാത്രമേ ഒരു വഴിയുള്ളൂ എന്ന് പറയണം. കമലേട്ടത്തി എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ പറയുന്നതുള്ള കാര്യമാണ് വൈജ, ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. ഒരു ഗ്ലാസ് ചായയിൽ കുറച്ച് വിഷം കലർത്തി അവൾക്ക്
അങ്ങോട്ട് കൊടുക്കുക, തീരട്ടെ അത്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നിലനിൽപ്പിനാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് കാശ് വാരി എറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കേസിൽ നിന്നും തല ഊരി പോരാൻ പറ്റും. അവൾക്ക് ചോദിക്കാനും പറയാനും ആരുണ്ട്? ആരും ഇല്ലല്ലോ. അപ്പോൾ അതിനെ പറ്റിയൊന്നും ആരും അന്വേഷിച്ച് വരാനും പോകുന്നില്ല. അതുകൊണ്ട് അവൾ ചത്തു കഴിഞ്ഞാലും ആർക്കും ഒരു പ്രശ്നമൊന്നുമില്ല. എനിക്കും കുറച്ച് സ്വസ്ഥതയും സമാധാനം കിട്ടും, നിനക്കും കിട്ടും സ്വസ്ഥതയും സമാധാനം എന്ന് പറയാണ് കമല. അപ്പോൾ എൻ്റെ കമലേട്ടത്തി ഇതാകെ പുലിവാലാവുന്ന കേസാണ്, ഇങ്ങനെയൊന്നും പറയണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിൻ്റെ ജീവിതത്തിൽ നിന്ന് ആ മരണം ഒഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഇതല്ലാതെ ഇനി വേറെ വഴിയില്ല എന്ന് പറയാണ് കമല. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യാണ് വൈജയ്, ഞാൻ വീട്ടിലെത്തിയിട്ട് നിന്നെ വിളിക്കാം, നീ തൽക്കാലം ഫോൺ വെക്ക്, നീ ഒന്ന് ആലോചിച്ച് നോക്കി എന്തെങ്കിലും വഴിയൊക്കെ കണ്ടെത്താൻ പറ്റുമെന്ന് പറഞ്ഞ് കമല ഫോൺ വെക്കുന്നുണ്ട്. വൈജയ് ആണെങ്കിൽ കമല പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇങ്ങനെ വന്നിരിക്കുക കേട്ടോ. അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ആ സെറ്റിയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. കമൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഒരു ഗ്ലാസ്സിൽ വിഷം കലർത്തി കൊല്ലാനൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്താണ് അവളെ ഇവിടെ നിന്ന് ഒഴിവാക്കുക, ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ചെയ്താലോ എന്ന് വരെ കമല പറഞ്ഞത് കേട്ടിട്ട് വൈജ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ അലീനെ കൊല്ലാനുള്ള ഒരു ധൈര്യമൊന്നും വൈജയ്ക്കില്ല കേട്ടോ. വൈജ അതിനൊന്നും മുതിരുന്നില്ല. പക്ഷേ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു സൂത്രം ഒപ്പിച്ചിട്ട് അലീനെ പുറത്ത് ചാടിക്കണം എന്നുള്ളൊരു തീരുമാനം തന്നെ എടുക്കുകയാണ് വൈജ. അവസാനം വൈജ ആ പ്രവൃത്തി തന്നെ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അലീനയ്ക്ക് കൊടുക്കുന്ന ചായയിൽ, അലീന കുടിക്കുന്ന വെള്ളത്തിൽ ഇച്ചിരി വിഷം കലർത്താം, എലിവിഷം കലർത്താം എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ് വൈജ. പക്ഷേ താൻ കുഴിച്ച കുഴിൽ താൻ തന്നെ എന്നുള്ള രീതിയിൽ വന്ന് സംഭവിക്കുകയാണ്. അലീനയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന വെള്ളം അത്യാവശ്യ സമയത്ത് എടുത്ത് അറിയാതെ കുടിച്ചു പോകുന്നത് വൈജ തന്നെയാണ്. അങ്ങനെ വൈജ തന്നെ ഹോസ്പിറ്റലാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജ ഹോസ്പിറ്റലൈസ് ആവുമ്പോഴും അലീനയാണ് വൈജയെ പരിചരിക്കുന്നതും നോക്കുകയൊക്കെ ചെയ്യുന്നത്. ആ സമയത്തും അലീനയ്ക്ക് ഭയങ്കര കെയറിങ് ഒക്കെ അലീന കൊടുക്കുന്നുണ്ടെങ്കിലും പക്ഷേ വൈജയ്ക്ക് ഭയങ്കര ദേഷ്യം ഒക്കെ കൂടുന്നേ ഉള്ളൂ. തന്നെ നോക്കുന്നത് അലീനയാണെങ്കിലും ആ പരിഗണനയൊന്നും വൈജ കൊടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഉടനെ തന്നെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തെ സ്റ്റോറി. അപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.